പേരാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ളത്. ആരോഗ്യ വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് രോഗ ഉറവിടം രോഗ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തതാണ്. ഏറ്റവും ഒടുവിൽ 25-കാരനായിട്ടുള്ള വയനാട് സ്വദേശിക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ 6 പേർ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ളവരാണ്. ഇതിൽ 3 പേർ മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവർ, 3 പേർ കോഴിക്കോട് നിന്നുള്ളവർ, 2 പേർ വയനാട് ജില്ലയിൽ നിന്നുള്ള ആളുകൾ. അങ്ങനെ ആകെ 8 പേർക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 3 മാസം പ്രായമായൊരു കുഞ്ഞടക്കമുണ്ട്. ഈ കുഞ്ഞിപ്പോഴും വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. ഈ കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായിട്ടുള്ള പുരോഗതിയില്ല, അത് ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം. തലക്കുളത്തൂർ പഞ്ചായത്തിലെ 31-കാരൻ്റെ ആരോഗ്യനില നിലവിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യവുമാണ്. നിലവിൽ ഈ വെള്ളത്തിൻ്റെ സാമ്പിൾ പരിശോധന ലഭിക്കാത്തതും ഉറവിടം വ്യക്തമാകാത്തതുമാണ് ഒരു ആരോഗ്യ വകുപ്പിന് മുന്നിലെ ഒരു വെല്ലുവിളിയായി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. പ്രാദേശികമായി ഈ രോഗം സ്ഥിരീകരിച്ച കേന്ദ്രങ്ങളിലെല്ലാം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യ വകുപ്പ് ഊർജിതമായി തന്നെ നടത്തുന്നുണ്ട്. ഇവർ പോയിട്ടുള്ള ഈ നീന്തൽ കുളങ്ങൾ അങ്ങനെയുള്ള ഇടങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെയും ഒരു ഫലം പോസിറ്റീവ് ആകുന്നു എന്നുള്ളത് തികച്ചും ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്. മിനിഞ്ഞാന്നും ഒരു പോസിറ്റീവ് കേസ് ഉണ്ടായിരുന്നു. ഈ തരത്തിലാണ് ഇപ്പോൾ 8 കേസുകൾ ജില്ലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിലുള്ള സാഹചര്യം ഉണ്ടാകുന്നത്.